ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ വിഷ് ന്യൂ ബൈസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ബോർഡ് കാണുമ്പോൾ തന്നെ മിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താ ഞാൻ കൂടുതൽ ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. അത് തന്നെ ഇന്ന് ശരിയായ അടിപൊളി ഫുഡാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ബേക്ക് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കഫേയിലാണ്. നമ്മുടെ പാലക്കാട് കൽമണ്ഡപം സൈഡ് ലെൻസ് കാർട്ടും മാക്സിൻ്റെ ആ ഒരു ഇടയിലത്തെ ഒരു റോഡിലായിട്ട് വരും ഇവരുടെ ഈ ഒരു ബേക്ക് റൈറ്റ്. രണ്ട് രീതിയിൽ ബോർഡും നല്ല ലൈറ്റിംഗ് എല്ലാം വെച്ചിട്ട് ഒരു കിഡു സെറ്റപ്പിലാണ് ഇവരത് സിറ്റുവേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാലക്കാടിൽ. അതുമല്ലാണ്ട് നമ്മൾ പാലക്കാടിൽ നമ്മുടെ രാമനാഥപുരം ആ ഒരു സൈഡിൽ അവർക്ക് ബേക്ക് റൈറ്റിൻ്റെ വേറൊരു ഇങ്ങനെ പേസ്ട്രീസ് ഷോപ്പുണ്ട്. അതിൻ്റെ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങൾ ഞാൻ ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ഓൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ഒരു കഫേൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവർ ഈ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രഞ്ച് ആ ഒരു രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ ഈ ഒരു ആംബിയൻസ് വൈസ് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ടച്ചാണ് ഈ ഒരു കഫേക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ നല്ല രീതിയിൽ അവർ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫുഡായാലും ഇവരുടെ പേസ്ട്രീസ് ആയാലും ഈച്ച് ആൻഡ് എവ്രിതിങ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രീമിയം ടച്ച്. അങ്ങനെ നമുക്ക് ഇനി അവരുടെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് ചാടാം. അങ്ങനെ നമ്മൾ രണ്ട് രീതിയിലത്തെ ഒരു മെനുവിൽ പേസ്ട്രീസും പിന്നെ അവരുടെ ഈ ഒരു ഫുഡ് മെനുവിലാണ് ഇവർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റംസ് രണ്ടിനും നമ്മൾ കുറച്ച് ഫുഡ് അവരുടെ പ്രീമിയം ഐറ്റംസും അവർ ചൂസ് ചെയ്ത് കുറച്ച് ഐറ്റംസ് നമ്മളിന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോണ്. അതിന് മുമ്പ് കുറച്ച് കേക്ക്സും കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവരുടെ കുറേ ടൈപ്സ് ഓഫ് കേക്ക്സ് പ്രീമിയം ഫ്രഷ് കേക്ക്സും എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത അവരുടെ ഈ ഒരു കേക്കാണ് ബേക്ക് റൈറ്റിൻ്റെ അവരുടെ ഈ ഒരു ട്രോയ്സ് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 ലെയർ കേക്കാണ്. മുകളിൽ ഒരു മാക്രോണൊക്കെ വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ട് നമുക്കത് സെർവ് ചെയ്യുന്നത്. ഇവരുടെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ബൈറ്റ് തന്നെ ഞാൻ പറയുന്നു ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് എ മെൽറ്റ് ഇൻ ദ മൗത്ത്. ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രീമിയം ടച്ചാണ് ഈ ഒരു കേക്കിൽ കിട്ടിയിരിക്കുന്നത്. നല്ല ചോക്ലേറ്റിഷും നല്ല ആ ഒരു ഫ്ലേവർഫുള്ളാണ് ഈ ഒരു കേക്കിൻ്റെ ആ ഒരു അട്രാക്ഷനും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കണം. ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ ഈ ഒരു 1 പീസ് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കേക്കും ഇതിൻ്റെ പ്രീമിയം ഐറ്റംസും ഇൻഗ്രീഡിയൻസും എല്ലാം കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇവർ കേക്ക് പ്രിപ്പയർ ചെയ്ത് തന്നെ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു കേക്ക് ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കേക്ക് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത അവർ ഈ ഒരു കിഫായ കേക്കാണ്. അപ്പോൾ ഇവർ റെക്കമെൻഡ് ചെയ്ത ഒരു നല്ലോണം മൂവിങ് കേക്കാണ്. ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലത്തെ ആ ഒരു ലെയർ ബൈ ലെയറും അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ലെവലിലാണ് വെച്ചിരിക്കുന്നത്. ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കേക്കാണ് കിഫായ കേക്ക്. അപ്പോൾ ടേസ്റ്റ് വൈസ് വേറെ ലെവൽ, ഒന്നും പറയാനില്ല. ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു പ്രീമിയം ടച്ച് ഹാസ് ബീൻ ഓൾറെഡി ആഡഡ് ടു ദിസ് കേക്ക്. നല്ല ഫ്ലേവർ ആയിരുന്നു. അത്തനെ മറ്റേ സ്വീറ്റിഷ് ഉണ്ടായിരുന്നു. ആ ഒരു കുത്തന ഫ്ലേവർ ഒന്നുമില്ല, ബട്ട് ടു ദ പോയിൻറ്റ് ഇറ്റ് വാസ് സോ ഗുഡ്. നെക്സ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത ഒരു കേക്കാണ് അവരുടെ ചോക്ലേറ്റ് മൂസ് കേക്ക്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ലൈക്ക് സോ ഗുഡ് ലുക്കിംഗ്. അത് ബ്രേക്ക് ചെയ്ത് കഴിക്കാണ്ടിരിക്കാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നും നമുക്ക്. ബിക്കോസ് ആ മുകളിൽ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫീലാണ് നമുക്ക്, ആ സ്മെല്ലും അറോമ ആൻഡ് ഓൾ ഇറ്റ്സ് ലൈക്ക് സോ ടെംപ്റ്റിങ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് മൂസ് കേക്ക് സോ ടേസ്റ്റി, സോ റിച്ച്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു നല്ല ഫ്ലേവർ. ഇറ്റ്സ് ലൈക്ക് അഗെയിൻ ഐ എം സേയിങ് ദ സെയിം പോയിൻറ്റ്, പ്രീമിയം melt in the mouth to the extreme level taste. It is so good cake. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേക്ക് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത അവരുടെ ഈ ഒരു തിരമസു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു രീതിയിൽ അവർ മേക്ക് ചെയ്ത ആ ഒരു ടെക്സ്ചർ വൈസ് ഇറ്റ് വാസ് സോ ഗുഡ്. ആ ഒരു കേക്കിൻ്റെ മുകളിൽ നല്ല കൊക്കോ പൗഡറൊക്കെ നല്ല രീതിയിൽ അവർ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് നല്ല ക്രീമി മസ്കപ്പോൺ ചീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ക്രീമി, സോ ക്രീമിഷ്, സോ ടേസ്റ്റി, സോ യമ്മി. പിന്നെ പറയാൻ വേർഡ്സ് ഇല്ല. ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ്. ഉള്ളിലത്തെ ആ ഒരു ചീസിൻ്റെ ഒക്കെ ഫ്ലേവർ ഇറ്റ്സ് ലൈക്ക് ടു ദ പോയിൻറ്റ്, ടു ദ മാർക്ക് ലെവലിലാണ് ടേസ്റ്റ് അവർ വെച്ചിരിക്കുന്നത്. സോ പ്രീമിഷ്.
ആ ഒരു ടേസ്റ്റും നല്ല രീതിയിൽ അവർ ഇത് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി നമുക്കിത് തന്ന ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് ഇങ്ങനത്തെ കേക്ക്സ് ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. ബിഫോർ ഐ ഗോ ടു അനദർ ഫുഡ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് കേക്ക്സും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഗ്ലാസ് ചില്ലംകൂട്ടിൻ്റെ ഉള്ളിൽ കുറേ കേക്ക്സും നല്ല പ്രീമിയം കേക്ക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വെൻ വി കം ടുവേർഡ്സ് ദ ഫുഡ് സൈഡ്, നമ്മൾ ഫസ്റ്റ് തിങ് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത അവരുടെ ഈ ഒരു പിzzയാണ്, ഒരു ചിക്കൻ പിzzയാണ്. ഓൾസോ വി വിൽ കോൾ ഇറ്റ് ആസ് BBQ പിസ്സ. അപ്പോൾ ഈ ഒരു പിസ്സ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പാലക്കാട് നിന്ന് ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് പിസ്സ കഴിച്ചിട്ടുണ്ട്, എല്ലാ രീതിയിലത്തെ പിസ്സ കഴിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ പുറത്തുനിന്നും പിസ്സ കഴിച്ചിട്ടുണ്ട്. ബട്ട് ഇൻ പാലക്കാട് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദി ബെസ്റ്റ് പിസ്സ ഐ വുഡ് റെക്കമെൻഡ് പീപ്പിൾ ടു ട്രൈ ഔട്ട്. ആ ചീസ് പുൾ നിങ്ങൾ നോക്കണം. ചീസൊക്കെ അവർ ആ ഒരു 2 പോയിൻ്റ് ഓഫ് ദ ടേസ്റ്റ്, പിന്നെ അവിടുത്തെ ബെൽ പെപ്പേഴ്സ്, ആ അവിടുത്തെ BBQൻ്റെ ഫ്ലേവർ, ചീസും എല്ലാം പ്രീമിയം ടച്ചിലാണ് ഇവരുടെ ഈ ഒരു ചീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച, അടുത്തൊന്നും പാലക്കാടിൽ ഇങ്ങനെ രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ടേബിളിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിന്നെ ഒലിവ് ഓയിൽ എല്ലാം സെപ്പറേറ്റ് രീതിയിലാണ് അവർ തന്നിരിക്കുന്നത്. നമുക്ക് ചീസിൽ ആഡ് ഓൺ ചെയ്യാം, ഈ ഒരു പിസ്സയിൽ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ വേറെ ലെവൽ പിസ്സ നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം. ഇവരുടെ വെജ് പീസയും ഞാൻ ട്രൈ ഔട്ട് ചെയ്തു, അവരുടെ ഈ ഒരു BBQ പിസ്സയും ഞാൻ ട്രൈ ഔട്ട് ചെയ്തു. വെജ് പിസ്സ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് വാസ് സോ ഗുഡ്. ആ ചീസിൻ്റെ ഫ്ലേവറൊക്കെ ടു ദ പോയിൻറ്റ്. എനിക്കിത് മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വീട്ടിലേക്ക് പാർസൽ ചെയ്തു. അപ്പോൾ ഇനിയും കുറച്ച് ഐറ്റംസ് ഉണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് അവരുടെ ഈ ഒരു കെസഡിലയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 പീസാണ് ഈ ഒരു പ്ലേറ്റിങ്ങിൽ വെച്ച് വിത്ത് സാൽസ. അപ്പോൾ ഈ ഒരു കെസഡില ഒന്ന് കഴിച്ച് നോക്കട്ടെ. ആ ഒരു കെസഡില നമ്മൾ എടുക്കുമ്പോൾ ഉള്ളിൽ ആ ഒരു ബെൽ പെപ്പേഴ്സും ചീസിൻ്റെ ആ ഒരു അരോമ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ചീസിൻ്റെ ആ ഒരു ഫില്ലിങ് നല്ല രീതിയിൽ അവർ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ചീസിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ചീസിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു കെസഡിലയിൽ കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്ക് ഈ ഒരു സാൽസ ഇട്ടിട്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അതിനും കാട്ടിയും ഒരു വേറെ ലെവൽ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു നല്ല സ്പൈസി, നല്ല ടാങ്കി ഫ്ലേവറൊക്കെ ആ ഒരു സാൽസയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. എൻ്റെ പൊന്നോ, ഞാൻ ഇത് മൊത്തം ഒറ്റ ഇരുന്ന് ഞാൻ തീർത്തു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ നല്ല ഫുഡ് ആൻഡ് ഓൾ. ഇറ്റ് വാസ് ലൈക്ക് ടു ദ പ്രീമിയം ടച്ചാണ് എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സത്യം പറയാൽ എൻ്റെ വയറ് നല്ല രീതിയിൽ ഫുള്ളായിട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല ഫുഡ്, നല്ല ടമ്മി ഫില്ലിംഗ് ആണ് ഇവിടുത്തെ കേക്ക്സും ഫുഡൊക്കെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേക്ക്സൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് ഇതൊക്കെ 1 kg, ½ kg കേക്ക്സൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പീപ്പിൾ ക്യാൻ ബൈ. ഇവരുടെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഇവർ അവൈലബിൾ ആണ്. ഫ്രഷ് ക്രീം കേക്ക്സ്, പ്രീമിയം കേക്ക്സ്, അതിൻ്റെ ½ kg, 1 kg, 1.3 kg എല്ലാ രീതിയിലത്തിൻ്റെയും വെയിറ്റ് അനുസരിച്ച് കേക്കും കാര്യങ്ങളൊക്കെ അവർ ഇത് വന്നിട്ട് നിങ്ങൾക്ക് വന്ന് ഇവിടെ മേടിക്കാം. കേക്കൊക്കെ എഗ്ലെസ് കേക്കും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്നത് എഗ്ലെസ് കേക്കെല്ലാം സൂപ്പറാണ്. നമ്മൾ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കിട്ടും. എഗ്ലെസ് കേക്കായാലും ഇവിടുത്തെ നോർമൽ കേക്ക്സ് ആയാലും ഇവരുടെ പ്രീമിയം കേക്ക്സ് ആയാലും എല്ലാം നല്ലൊരു പ്രീമിയം ടച്ചിലാണ് ഇവരുടെ കേക്ക്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് ഈ ഒരു ബില്ല് കാണിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെ ഈ ഒരു ട്രോയ്സിൻ്റെ കേക്കും, പിന്നെ അവരുടെ പിസ്സ, പിന്നെ അവരുടെ ചോക്ലേറ്റ് മൂസ് കേക്ക്. ഈ 3 ഐറ്റംസൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം. അവരുടെ കേക്ക്സും പേസ്ട്രീസും അവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഡു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബേക്ക് റൈറ്റിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. എൻ്റെ പൊന്ന് മോനെ, വയറ് ഫില്ല് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഗ്യാസ് കുത്തിക്കയറ്റിയ മാതിരി ഒരു ഫീൽ ചെയ്തു. എൻ്റെ പൊന്ന്, ഇറ്റ് വാസ് ലൈക്ക് ഔട്ട് ഓഫ് വേർഡ്സ് നമുക്ക് പറയാനുള്ളൂ. ഫുഡ് വാസ് റിയലി ഗുഡ്. കേക്കായാലും പിന്നെ അവരുടെ പിസ്സ ആയാലും ഇറ്റ് വാസ് സോ ഗുഡ്.
ഞാൻ പറയുകയാണെങ്കിൽ പാലക്കാടിൽ ഇങ്ങനെ ഒരു പ്രീമിയം ടച്ചിൽ ഫുഡും കേക്ക്സും കൊടുക്കണ അടുത്തൊന്നും പാലക്കാട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ദ സ്പോട്ട് ഈസ് റിയലി ഓൺ. ഞാൻ ഇവരുടെ കേക്ക് നമ്മളൊരു ഫാമിലി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇവരുടെ കൽമണ്ഡപത്തിൽ ഇവർക്കൊരു ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ കേക്ക് ട്രൈ ഔട്ട് ചെയ്തത്. അവിടുന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ അവരുടെ കേക്ക്സ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. അവരുടെ എഗ്ലെസ്സിൻ്റെ കേക്ക് ട്രൈ ഔട്ട് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എഗ്ലെസ് കേക്ക് ഇത്രയും അടിപൊളിയാണെങ്കിൽ ഹൗ വിൽ ബി ദ നോർമൽ കേക്ക്സ് ദാറ്റ് ദേ സെർവ് ഓവർ ഹിയർ ഇൻ ദിസ് കഫേ. സോ ദിസ് ഇസ് ലൈക്ക് മോർ ലെവൽ ആ ഒരു രീതിയിലത്തെ ഒരു പ്രിപ്പറേഷൻസും പിന്നെ അവരുടെ ഈ ഒരു ആ ലവ് ടുവേർഡ്സ് ദ ഫുഡ് ആൻഡ് ഈച്ച് ആൻഡ് എവ്രിതിങ് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തരിക. ഇതെന്താ സാധനം, എങ്ങനെയാണെന്ന് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എല്ലാം. ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ്. കേക്ക്സ് ആയിക്കോട്ടെ എല്ലാം ഒരു പ്രീമിയം ടച്ച്. നമ്മൾ ഈ വിദേശത്ത് പോയി നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് നമ്മുടെ സ്വന്തം നാടായ പാലക്കാടിൽ ഇതൊക്കെ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പാലക്കാടിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയും എങ്ങനെയാണ് ഇതിൽ അവർ ഈ ഒരു പ്രീമിയം ടച്ച് ഇതിൽ തന്നിരിക്കുന്നത്. ഫുഡ് ആൻഡ് ഓൾ ഇസ് ലൈക്ക് സോ ഗുഡ്. എനിക്ക് വയറിൽ ഒട്ടും സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ട്രൈ ഔട്ട് ചെയ്തത്. ഇവരൊക്കെ ഇനി കുറേ സ്റ്റേക്സ് പിന്നെ കുറേ ഇഷ്ടംമാതിരി ഫുഡ് ഐറ്റംസ് ഇനി ഉണ്ട് ട്രൈ ഔട്ട് ചെയ്യാൻ. ഐ വിഷ് സോ നെക്സ്റ്റ് ടൈം ഞാൻ അവിടെ വന്നിട്ട് കുറച്ചുകൂടി ഇവരുടെ ഫുഡ് ഐറ്റംസ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തു. ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടാനുള്ള ചാൻസ് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു നൈറ്റ് ഞാൻ എൻജോയ് ചെയ്ത ഈ ഒരു ഫുഡ് ബേക്കറൈറ്റിൽ ഞാൻ അടുത്തൊന്നും വേറെ ഏത് ഡെസ്റ്റിനേഷൻസിലും ഞാൻ ട്രൈ ഔട്ട് ചെയ്തു. അങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത്. എഴുതിയിട്ടുണ്ട് ബേക്കറൈറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതിൻ്റെ ഈ ഒരു എഫക്റ്റും ഈ ഒരു ടേസ്റ്റും അടുത്തൊന്നും പാലക്കാടിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സോ ഐ റിക്വസ്റ്റ് ഈച്ച് ആൻഡ് എവറി പീപ്പിൾ to try out the food over here in Bakerite, the pastries and the food എല്ലാം ആയിക്കോട്ടെ ട്രൈ ഔട്ട്. ഡു കം ടു Bakerite. ഞാൻ ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡു കം ഔട്ട്, ട്രൈ ഔട്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബേക്കറൈറ്റിൻ്റെ ചാനലും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ലൈക്ക് അടിക്കണം. ഇവരുടെ ഫുഡൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇവരുടെ കേക്ക്സ്, കഫേ, പിസ്സ, ബർഗേഴ്സ് ഇഷ്ടംമാതിരി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും. വന്ന് ട്രൈ ഔട്ട് ചെയ്യണം. ഡു പുട്ട് ദ ഫീഡ്ബാക്ക് ഓൺ മൈ യൂട്യൂബ് ചാനൽ. ഹൗ ഡിഡ് യു ഫീൽ ദ ഫുഡ് ആഫ്റ്റർ സീയിങ് ദ വീഡിയോ ആൻഡ് ട്രൈയിങ് ഔട്ട് മൈ ഫുഡ്. ട്രൈയിങ് ഔട്ട് ദ ഫുഡ് ദാറ്റ് യു ഗൈസ് കെയിം ഹിയർ ആൻഡ് ട്രൈഡ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. സോ അത് പറഞ്ഞല്ലോ, വയർ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോലും എനിക്ക് ശേഷിയില്ല. അത്രയും ഞാൻ ഒരു ബെഡ് കണ്ട കുഴഞ്ഞു വീഴുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ സോ യു ഗൈസ് ഡു ട്രൈ ഔട്ട് ദിസ് ബേക്കറൈറ്റ് വീഡിയോ. സോ അൺടിൽ ദെൻ ഒരു അടുത്ത വീഡിയോ വരുന്നവർ വിത്ത് ലവ്, വിഷ് ന്യൂ ബൈറ്റ്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.